الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഹാഫിളീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഇന്നോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ്. ഇത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ വേദിയിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന നബിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ കഴിവുണ്ടതിനായി മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷിവർഗാദികൾക്ക് അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലേക്ക് പിറവി കൊണ്ടിട്ടില്ല. അതിനു മുമ്പേ വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പക്ഷിമൃഗാദികൾക്കെല്ലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നവേ ക്ലാസ്സിലേക്ക് എല്ലാ മൃഗങ്ങളും അങ്ങ് കടന്നു വരുന്നു. അതിനിടയിൽ ഒരു പാമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് കേൾക്കാനായി വന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എല്ലാ കാര്യങ്ങളും പാമ്പ് അങ്ങ് ശ്രദ്ധയിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വല്ലാത്ത തിടുക്കമായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടില്ല. അതിനു മുമ്പേ റസൂലിനെ കാണാനുള്ള പൂതി ആ പാമ്പിന്റെ മനസ്സിൽ അങ്ങ് വന്നു. ഈ പാമ്പ് ഈ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്താണ് ജനിക്കുന്നത്. അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്യും എന്ന കാര്യങ്ങളെല്ലാം ഈ പാമ്പിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അരികിൽ കൂടി ഈ പാമ്പങ്ങ് ഇഴഞ്ഞു പോകുന്ന സമയത്ത് ഒരു കഴുകന്റെ കണ്ണിൽ പെടുകയാണ്. ധാരാളം വർഷങ്ങളായി അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് റസൂലിനെ കാണാനുള്ള പൂതിയായിട്ടാ പോകുന്നത്. ആ കഴുകന്റെ കണ്ണില് ഈ പാമ്പങ്ങ് പെടുകയാണ്. ഈ പാമ്പിനെ കഴുകനങ്ങ് കൊത്തിക്കൊണ്ട് പോവുകയാണ്. കുറെ അങ്ങ് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ജനിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിദ്ദീഖ് തങ്ങളും കൂടി മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. മറുവശത്ത് സംഭവിക്കുന്നത് എന്താ? ഈ കഴുകന്റെ കയ്യിലാണ് ഈ പാമ്പ്. ഒരുപാട് മൈലുകൾ പോയതിന് ശേഷം അവസാനം സൗർ എന്ന ഗുഹയുടെ മുകളിൽ അങ്ങ് എത്തിയ സമയത്ത് ആ പരുന്തിന്റെ കയ്യിൽ നിന്നും ഈ പാമ്പ് നിലത്തേക്ക് വീഴുകയാണ്. വീണവശം ഈ പാമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഗുഹയ്ക്കുള്ളിൽ അങ്ങ് കയറി ആ മാളത്തിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. ധാരാളം വർഷങ്ങൾക്ക് ശേഷം സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടിയിട്ട് മദീനയിലേക്ക് പലായനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് നബി തങ്ങളെ ഒരു മരത്തണലിൽ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് ഇരുത്തി. എന്നിട്ട് സിദ്ദീഖ് തങ്ങൾ അവിടെ ഒരു ഗുഹ കണ്ടു. അത് സൗർ എന്ന ഗുഹയാണ്. ആ ഗുഹയ്ക്കുള്ളിൽ സിദ്ദീഖ് തങ്ങൾ കയറിയിട്ട് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കുന്നു. ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട്.
സിദ്ദീഖ് തങ്ങളുടെ വസ്ത്രം ഉപയോഗിച്ച് എല്ലാ ദ്വാരങ്ങളും അടക്കുകയാണ്. അവസാനത്തെ ഒരു ദ്വാരം അത് സിദ്ദീഖ് തങ്ങളുടെ പാദവിരൽ കൊണ്ടുവച്ച് അമർത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുഹയ്ക്കുള്ളിലേക്ക് ക്ഷണിച്ചു. അതാ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല വെച്ചിട്ട് അതാ അവിടെ നിന്ന് ഉറങ്ങുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പാമ്പിന് മനസ്സിലായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗുഹയ്ക്കുള്ളിൽ വന്നിട്ടുണ്ട് എന്ന്. അതാ അത്രയും അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിട്ടും അവിടെ നിന്ന് കാണാൻ പറ്റാത്തത് വലിയ വിഷമമാണെന്ന് മനസ്സിലാക്കിയിട്ട് റസൂലിനെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ കാല് വെച്ച് മൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അതാ ഒരുപാട് ശ്രമിച്ചു, എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിച്ചില്ല. അവസാനം സിദ്ദീഖ് തങ്ങളുടെ കാലിൽ അതാ പാമ്പൊരു കൊത്തൊന്ന് കൊടുത്തു. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദന സഹിക്കാനാവാതെ അവിടെ നിന്ന് കരയുകയാണ്. ആ കരയുന്ന സമയത്ത് അതാ റസൂലുള്ളാഹി വിളിക്കുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് മിണ്ടാതെ കരയുകയാണ്. അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ കണ്ണുനീര് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് വീഴുകയാണ്. അതാ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, യാ സിദ്ദീഖ്, എന്റെ സിദ്ദീഖേ, നീ എന്തിനാണ് കരയുന്നത്? നീ കാര്യം പറയൂ സിദ്ദീഖേ എന്ന് അവിടെ നിന്ന് ചോദിച്ച സമയത്ത് സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലയോ നബിയേ, എന്റെ കാലിൽ ഒരു പാമ്പ് കൊത്തി നബിയേ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലങ്ങ് എടുത്ത് നോക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ കാലിൽ മുഴുവൻ ചോരയാണ്. നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര കാലിൽ അങ്ങ് പുരട്ടിക്കൊടുത്തു. അതങ്ങ് ഉടൻ ശിഫയാവുകയാണ്. എന്നിട്ട് നോക്കുന്ന സമയത്ത് ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു പാമ്പ് ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഈ പാമ്പ് അതാ പുറത്തിറങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സന്തോഷത്തില് അവിടെ നിന്ന് മതിമറന്ന് സന്തോഷിച്ചുകൊണ്ട് അതാ റസൂലിന്റെ മുഖത്ത് നോക്കി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നും പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുത്തെ ഭക്തി നിലത്തടിച്ച് വീണ് മരിക്കുകയാണ്. എത്രയും നല്ലൊരു മരണമായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് റസൂലിനെ മുൻപിൽ കണ്ടുകൊണ്ട് സലാം പറഞ്ഞു വീണ മരണമായിരുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ നിർത്താം. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അവിടുത്തെ കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. കല്യാണം കഴിഞ്ഞ് വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ. എന്നിട്ടും അതാ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതാ മുൻവശത്ത് നോക്കുന്ന സമയത്ത് ഫാത്തിമ ബീവിയെ അവിടെ കാണുന്നില്ല. അതാ പുറകിൽ കൂടെ പോയി നോക്കി. അതാ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച എന്താണ്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടതെന്താണ്? അതാ ഫാത്തിമ ബീവി അവിടെ നിന്ന് അടുക്കളയിൽ പണിയെടുക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. അതാ ഫാത്തിമ ബീവി നബി തങ്ങളെ കണ്ട വശം അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി. ഉപ്പയെ കണ്ട വശം അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉപ്പ, എന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് എന്റെ കൈയൊന്ന് പൊള്ളി ഉപ്പ എന്ന് ഫാത്തിമ ബീവി അവിടെ നിന്ന് പറയുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ തബ്കീ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, നീ കരയല്ലേ? ഇതിന്റെ പ്രതിഫലം നിനക്ക് അറിയാഞ്ഞിട്ടാ പൊന്നുമോളെ നീ കരയല്ലേ? അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു കൊടുത്തു. അതാ വീട്ടിലേക്ക് ഒരു ഭർത്താവ് കയറി വരുന്ന സമയത്ത്, ഭക്ഷണം കൊണ്ട് കയറി വരുന്ന സമയത്ത് ഭർത്താവിനെ പുഞ്ചിരിയോടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്താണോ കൊടുന്നത് ആ അരി എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതിൽ എത്ര അരിമണിയുണ്ടോ അതിന് തുല്യമായ തെറ്റുകൾ നിനക്ക് പൊറുക്കപ്പെടുമെന്നും അതിന് തുല്യമായ നന്മകൾ നിനക്ക് ഏറ്റിത്തരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവർ നിന്ന് പറഞ്ഞു, നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ വിയർത്താൽ ആ വിയർപ്പ് തുടച്ച് കളയല്ലേ. അതാ നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ വിയർത്താൽ അതിന്റെ ഒരു വിയർപ്പിന്റെ തൊഴിൽ ഭൂമിയിലേക്ക് വീണാൽ നരകം നിനക്ക് ഹറാമാ പെങ്ങളെ. നരകത്തിന്റെ തീ നിന്നെ തൊടൂലട്ടോ. നരകത്തിനും നിനക്കും ഇടയിലായിട്ട് 7 കിടങ്ങ് കയറും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു.
ഇത്രയും പറഞ്ഞ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വാഗ്ദാനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.